വിക്ഷേപണ കേന്ദ്രത്തിലേക്ക് റോക്കറ്റ് നോസ് കോണിനെ സൈക്കിളിൽ കൊണ്ടുപോയി ചരിത്രമുണ്ട് നമ്മുടെ ഇസ്രോയ്ക്ക്. 1963 ഫ്രഞ്ച് ഫോട്ടോഗ്രാഫർ ഹെൻറി കാർട്ടിയർ ബ്രസൻ പകർത്തിയ ഇന്ത്യയുടെ ആ ചിത്രം കണ്ട് ബഹിരാകാശ ദൗത്യങ്ങളിലെ വമ്പന്മാരായ നാസ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ നോക്കിയൊന്ന് പുച്ഛിച്ച് ചിരിക്കുകയുണ്ടായി. ഞങ്ങളിവിടെ ചന്ദ്രനിൽ ആളെ ഇറക്കുമ്പോൾ ഇന്ത്യ സൈക്കിളിൽ റോക്കറ്റ് കൊണ്ടുപോകുന്നു. പിന്നീട് 1981 ഇന്ത്യയുടെ ആദ്യ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റായ ആപ്പിൾ വിക്ഷേപണ സ്ഥലത്ത് കൊണ്ടുപോയതും ഒരു കാളവണ്ടിയിലായിരുന്നു. അസാധ്യമെന്ന് തോന്നുന്നിടത്ത് നിന്ന് ലോഞ്ച് പാഡോ ഗവേഷണ സൗകര്യങ്ങളോ വേണ്ടത്ര ഫണ്ടിങ്ങോ ഗവേഷകരോ ഇല്ലാത്തിടത്തു നിന്നും ഇസ്രോ പതിറ്റാണ്ടുകൾക്ക് ശേഷം കത്തിക്കയറിയത് ലോക ബഹിരാകാശ ദൗത്യങ്ങളുടെ ചരിത്രങ്ങളിലേക്ക് ഇടം പിടിക്കാനായിരുന്നു. 1984 റഷ്യയുടെ സഹായത്തോടെ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിച്ചും 2008 ചന്ദ്രയാൻ 1 ദൗത്യത്തിലൂടെ ചന്ദ്രനിൽ ജലസാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയും 2013 മംഗളയാൻ ദൗത്യത്തിലൂടെ ഉപഗ്രഹത്തെ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിച്ചും ഇസ്രോ ചരിത്രമെഴുതി. 2023 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് തൊട്ടടുത്ത് സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യ രാജ്യമായും കൂടാതെ സൗരരഹസ്യങ്ങൾ തേടി വിക്ഷേപിച്ച ആദ്യത്തെ L1 ഇനി മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന പദ്ധതിയുമായി ഗഗൻയാനും അങ്ങനെ നീളുന്നു ലോകത്തിനു മുമ്പിൽ അഭിമാനത്തോടെ മുന്നേറുന്ന ഇസ്രോയുടെ സമീപകാല വീരഗാഥ. ഒരു സൈക്കിളിൽ നിന്ന് തുടങ്ങി 1 ബില്യൺ സ്വപ്നത്തിലേക്കാണ് ഇന്ന് ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുന്നത്.